എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും വൈറ്റ് റൈസിനും അതേപോലെ എല്ലാ ടൈപ്പിലുള്ള ബിരിയാണിക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലേ. ഇപ്പം ഞാനൊരു 3 വഴുതനങ്ങ അതേപോലെ നെല്ലിക്ക അളവിൽ പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വഴുതനങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നല്ലതായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. പുളിയും കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുതിർത്ത് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഇത് വറുത്തെടുക്കണം. അതൊന്ന് പൊട്ടി വരുന്ന സമയം നോക്കി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് തണുത്ത് കഴിയുമ്പോൾ ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ 5-6 ടീസ്പൂണ് വെളുത്ത എള്ളോ അല്ലെങ്കിൽ കറുത്ത എള്ളോ നമുക്ക് വറുത്തെടുക്കാം. അതും ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വറക്കണേ. എള്ളൊന്ന് പൊട്ടി വരുമല്ലോ, ആ സമയമാക്കുന്നുണ്ടേ ഒരു പ്ലേറ്റിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. അതും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ പറയുന്ന അളവുകളെക്കാട്ടിലും കൂടുതലുണ്ടെങ്കിൽ അത് ചെറിയ ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ വെളിയിലോ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതും തണുത്തതിന് ശേഷം പൊടിച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അതേ ചീനച്ചട്ടി തന്നെ എടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂണ് നല്ലെണ്ണ എടുക്കാം. ഇതിന് നല്ലെണ്ണയാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഞാൻ ഇട്ട് കൊടുത്തു. ജീരകം പൊട്ടി വന്നാൽ ഉടനെ തന്നെ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. എരിവ് കൂടുതലെന്നുള്ളവർ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കുക. അതോടൊപ്പം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബിഗിനേഴ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സ്ഥിരമായിട്ട് പാചകം ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ തീ കുറച്ചിട്ടിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് ഇളക്കിയെടുത്താൽ മതിയേ. അല്ലാത്തവർ കുറച്ച് എണ്ണ തണുത്തതിന് ശേഷം മാത്രമേ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. നല്ലതായിട്ട് മുളക് മൂത്ത് വരുകയും വേണം, പക്ഷെങ്കിൽ കരിഞ്ഞു പോകുകയരുത്. അതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു മാറ്റി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിയാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് വഴറ്റി നല്ലതായിട്ടൊന്ന് വേകുന്ന ലെവൽ വരെ ഇത് വഴറ്റണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് വെന്ത് വരുന്നത് അടുത്ത കണക്കെന്ന് പറയുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂണ് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉലുവയുടെ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം മുഴുവനും ചേർക്കേണ്ട ആവശ്യമില്ല. രുചിച്ച് നോക്കിയതിന് ശേഷം എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ കറി നല്ലതായിട്ട് പുളിയും എരിവും ഒക്കെയുള്ള ഒരു കറിയാണേ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ വളരെ രുചികരമായിരിക്കും ഇത്. ഇതിലേക്ക് ഞാനിപ്പം 250 ml വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഈ ചാറൊന്ന് കുറുകി വരുന്നിടം വരെ അതിനെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് നേരെ നന്നായിട്ട് നമ്മൾ ഈ വഴുതനങ്ങ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ടൊന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം നോക്കി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന എള്ളിൻ്റെ പൊടിയും അതേപോലെ കപ്പലണ്ടിയുടെ പൊടിയും ചേർത്ത് കൊടുക്കാം. എള്ളിൻ്റെ പൊടി ഞാൻ 5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. 6 ടീസ്പൂണ് കപ്പലണ്ടിയുടെ പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊന്ന് വഴറ്റുകയും ചെയ്യാം. അതോടൊപ്പം ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കിതിനെ ഒന്ന് ആ ചാറിലൊന്ന് കുറുക്കിയെടുക്കുകയും ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒട്ടും ഇതിൽ കട്ട ഉണ്ടാവാൻ പാടില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് കുറുകിയൊക്കെ വന്നല്ലോ. ഇപ്പോൾ അതെല്ലാം യോജിച്ചതിൽ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വീണ്ടും 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. അതായത് 250 ml വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നോക്കാവുന്നതാണ് ഉപ്പ്, പുളി എല്ലാമേ. ഇപ്പോൾ ഞാനൊരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിന് മധുരമൊന്നും വേണ്ട അധികം. ഈ പുളി ഉപ്പ് എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയേ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ഈ കറി വാങ്ങുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കറിയൊക്കെ തയ്യാറായിട്ട് വന്നു. ഇതിൻ്റെ ഗ്രേവി ആണെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.